ഇന്ന് രാത്രിയാമത്തെ ഭക്ഷണം ഞങ്ങൾ വേഗം തന്നെ കഴിച്ചു കേട്ടോ. 7 മണിയാകുമ്പോഴേക്ക് ചോറുണ്ടു. പിന്നെ നല്ല പഴമാങ്ങക്കറി ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങ അച്ചാറും കൂട്ടിയിട്ട് കഴിച്ചു. ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ 5-ാം വേലയുണ്ട് കേട്ടോ, ആര്യങ്കാവിൽ. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടിട്ട് ആഗ്രഹിക്കണം കേട്ടോ 5-ാം വേല കാണാൻ പോകണം എന്നുള്ളത്. അന്നൊക്കെ ഉണ്ണിക്കുട്ടന് പേടിയായതുകൊണ്ട് ഞങ്ങൾ എവിടേക്കും പോയിരുന്നില്ല കേട്ടോ. പിന്നെ 12 മണിക്ക് ശേഷമാണ് വേലയൊക്കെ വരുള്ളൂ. അപ്പോൾ വീട്ടിലെത്താൻ എന്തായാലും ഒരു 2 മണിയൊക്കെ കഴിയും വിചാരിച്ചിട്ട് പോകാനൊരു മടി ഉണ്ടാവാറുണ്ട്. പിന്നെ 5-ാം വേല ദിവസം തന്നെ കാവിന് ഏകദേശം അടുത്തായിട്ട് ഗാനമേള ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടെ കാവിൽ 21 ദിവസം പരിപാടി ഉണ്ടാവാറുണ്ട് കേട്ടോ. 21 ദിവസം ഇവിടെ പൂരം പോലെ തന്നെയാണ്. ഇന്ന് എന്തായാലും കുറച്ച് നേരം ഗാനമേള കണ്ടിട്ട് പിന്നെ അങ്ങനെ നേരെ കാവിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടുത്തെ ഗാനമേള അടിപൊളിയാണ് കേട്ടോ. കുറേ ദൂരത്ത് നിന്ന് ആൾക്കാർ വരും. പിന്നെ സെലിബ്രിറ്റീസൊക്കെ വരാറുണ്ട് ഇവിടെ. അപ്പോൾ റോഡൊക്കെ മൊത്തം ബ്ലോക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറേ ദൂരം മുന്നേ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നടന്നിട്ടാണ് കേട്ടോ പോയത്. ഇവിടെ 6 മണിക്ക് തന്നെ വന്നിട്ട് 6 മണിക്ക് അതിൻ്റെ മുന്നേയൊക്കെ വന്ന് സീറ്റ് പിടിച്ചാലേ കേട്ടോ മുന്നിലൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ എന്നാലും ബാക്കിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കാണാനൊക്കെ പറ്റിയിരുന്നു. കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്നില്ലേ കൗശിക് പറഞ്ഞ കുട്ടി, ആ കുട്ടിയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടായാലും ഡാൻസ് ആയാലും നല്ല എനർജറ്റിക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സ്ഥലം കുറവാണെങ്കിൽ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് അവൻ ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പൊടിയൊക്കെ നല്ല സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് വേഗം പോകുന്നു. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തേക്ക് എത്താറായി കേട്ടോ. ഇപ്രാവശ്യം പിന്നെ 1-ാം കൊയ്ത്ത് തുടങ്ങണ അന്ന് തന്നെ എല്ലാം ഇവിടെ പാർക്കൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. യന്ത്രഊഞ്ഞാലും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇത് അമ്പലത്തിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഇത് ആദ്യമായിട്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഉണ്ണിക്കുട്ടനും ഏട്ടനൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ വരാറുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അമ്മൂട്ടിയൊന്നും അങ്ങനെ വരാറില്ല. ട്യൂഷനും പിന്നെ എക്സാമൊക്കെ അല്ലേ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ സ്കൂൾ പൂട്ടിയപ്പോൾ പിന്നെ വരാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും കൂടി 3-4 തവണ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ കാവിലേക്ക്. എല്ലാവരും കൂടിയാണ് അങ്ങനെ നടന്നിട്ട് വരാനുള്ള ദൂരം തന്നെ ഉള്ളൂ. ആര്യങ്കാവിൻ്റെ അടുത്താണ് കേട്ടോ കവളപ്പാറ കൊട്ടാരമൊക്കെ. അമ്മൂട്ടി ഇതാ +2-ലൊക്കെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കേട്ടോ. ഇവിടെ 96 ദേശങ്ങളുടെ പൂരം കേട്ടോ ഞങ്ങളുടെ പൂരം. അതുകൊണ്ട് ഒരുവിധം എല്ലാവരും ഇവിടെ വെച്ച് കാണാൻ പറ്റും കേട്ടോ. പിന്നെന്താ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇതാ ഇപ്പോഴും കൂടി കേട്ടോ പഠിക്കുന്നത്, വരദ പറഞ്ഞ കുട്ടി. അവളും അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരിക്കേണ്ടല്ലേ പറഞ്ഞിട്ട് ഉണ്ണിക്കുട്ടൻ ചായ വേണം പറഞ്ഞു. അപ്പോൾ ചായ കുടിച്ചു. ഇന്നിപ്പോൾ ഭക്ഷണം കഴിച്ചു വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഓരോ തവണ വരുമ്പോഴും 500 രൂപയിൽ കുറയില്ല ചിലവ്. പൂരപ്പറമ്പിലൊക്കെ പോയാൽ നമ്മൾ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ. വേലയൊക്കെ വരാറായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 5-ാം വേലയ്ക്ക് പിന്നെ 5 വേലകളാണല്ലോ വരിക. അതിൽ കൈലിയാട്, ത്രാങ്ങാലി, പിന്നെ കൂനത്തറ, മുണ്ടായ, പിന്നെ ഞങ്ങളുടെ കരക്കാട്. കൈലിയാട് വേലയാണ് കേട്ടോ ആദ്യം വരിക. കൈലിയാട് വേലയാണ് ഇപ്പോൾ തിരുമുറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസം കേട്ടോ ഒരു വരുന്ന എൻട്രിയൊക്കെ കാണാൻ. എല്ലാവർക്കും നല്ല ആവേശത്തോടു കൂടി കേട്ടോ വരിക. ചെറിയൊരു ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടനെ. ഇത് കണ്ടാൽ പിന്നെ ഉറക്കമൊക്കെ പോയി.
അവന് പോകണമെന്നുണ്ടെങ്കിൽ എന്ന ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അടുത്ത രണ്ടാമത്തെ വേല ത്രാങ്ങാലി വേലയായിരുന്നു. അടുത്തതായി തിരുമറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പാങ്ങാളി ദേശക്കാരുടെ വേലയാണ്. പിന്നെ മൂന്നാമതായി വരുന്ന വേല കോനത്തറയിലത്തെയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് വേല വരുമ്പോഴും ദേവിക്കുള്ള കാഴ്ചകൾ ആയിട്ടാട്ടോ വരിക. പിന്നെ അങ്ങനെ 3 തവണ അമ്പലം പ്രദക്ഷിണം വയ്ക്കും. ഇനി 4-5 വേലകൾ നമ്മുടെ കാരക്കാട് വേലയും പിന്നെ മുണ്ടായിയാണ് കേട്ടോ. ഈ 2 വേലകളും ഒരുമിച്ചാണ് കേട്ടോ ഇറങ്ങുക. ഇതിനൊപ്പം തെയ്യം ഇങ്ങനെ വേഷങ്ങൾ ഒക്കെ ഇട്ടുണ്ടായിരിക്കുക. പക്ഷേ ഈ വേഷങ്ങളൊന്നും തിരുമുറ്റത്തേക്ക് ഇറങ്ങില്ലാത്ര കേട്ടോ. അതൊക്കെ അറിയണ്ടെന്നില്ല. ഞാൻ എന്താ അത് ഇറങ്ങാത്തത് ചോദിച്ചപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ദേവിയുടെ മുന്നിൽ അങ്ങനെ വരാറില്ല എന്ന്. അപ്പോൾ അതങ്ങനെ പുറത്ത് അമ്പലത്തിൻ്റെ പുറത്ത് അങ്ങനെ കളിച്ചിരുന്നു. ഇങ്ങനെ വേഷങ്ങൾ മാത്രമേ കേട്ടോ പുറത്ത് നിൽക്കുള്ളൂ. ബാക്കി എല്ലാവരും ഉള്ളിലേക്ക് അമ്പലത്തിനുള്ളിലേക്ക് വരും കേട്ടോ.
ഒരു വാഹനത്തിന്റെ ചാവി, ഒരു വാക്ക് എന്നിവ കളഞ്ഞു വെച്ചിട്ടുണ്ട്. കമ്മിറ്റി നമ്മുടെ വേല വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ആവേശമാണ് കേട്ടോ. ഇതിന് നമ്മുടെ ട്യൂഷൻ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഉണ്ണിക്കുട്ടനെ കുറേ വിളിച്ചിട്ടോ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവന് ഗാനമേളയുടെ അവിടേക്ക് കുറേ നടന്ന കാരണേ അവന് കാലുവേദന ആയിരുന്നു. അപ്പോൾ അവൻ ഞാൻ പോണില്ല വേണ്ടിയിരുന്നു. അല്ലെങ്കിൽ അവൻ എന്തായാലും പോയി കളിച്ചേനെ. പിന്നെ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ പഞ്ചവാദ്യം ഒക്കെ ആയിരുന്നു. അത് ഏകദേശം 3 മണി വരെയൊക്കെ ഉണ്ടാവും അത്രേ. പിന്നെ ഈ അമ്പലത്തിൽ 21 ദിവസവും തോൽപ്പാവക്കൂത്തുണ്ട്. പിന്നെ കൂത്തുമാടം, കുട്ടിക്കരൽ, അങ്ങനെ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പുലർച്ചെ വരെയും പരിപാടി ഉണ്ടാവും. അങ്ങനെ പഞ്ചവാദ്യം തുടങ്ങുമ്പോഴേക്ക് ഞങ്ങൾ പിന്നെ പോന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്ക് 2:30 മണിയൊക്കെ ആയി. ശരിയല്ലേ, ശരി, നാളെ ലീവാണ്. അല്ല, നിക്കണം എന്ന് വിചാരിക്കാൻ കേട്ടോ. കാണണം എന്നൊക്കെ അടിപൊളിയാ. അപ്പോഴേക്കും ഉണ്ണൂട്ടന്റെ കാലുവേദന അല്ലേ. അവൻ കളിച്ചാർന്നു. അതിനെന്തറിയോ, കൊറേ ദൂരം നടന്നില്ലേ. അവൻ വണ്ടിയിൽ വരുമ്പോൾ പറയാ, കളിച്ചാൽ മതിയായിരുന്നു അല്ലേ എന്ന്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ ഇവിടെയൊക്കെ. വീഡിയോ ഒരുപാട് ലെങ്തായി പോയില്ലേ. ഇത് ഫുള്ളായിട്ട് ആരും കാണുമെന്ന് അറിയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. Kiki ya, Mandy ya, Candu. Bye.